Greetings to you all in the precious name of our Lord and Savior Jesus Christ. I'm so happy to be able to speak to you on behalf of Pastor Kochepa about some of the amazing things that God is doing through this ministry around the world. Since 2005, Pastor Kochepa has had the privilege to minister in different countries, including India, Africa, and the United States. And the power of God has been evident in every one of those places. We've seen amazing things happen. Over 16 times when weather would prevent people from coming together to hear the Word of God, God moved in mighty ways and prevented the weather from stopping the people to come together. Even political disputes and labor disputes that could have kept God's people away from hearing the gospel, God moved in all those avenues and enabled them to come together and receive the message of Jesus Christ. Numerous healings have also taken place through this ministry, and we've witnessed the power of God change people's lives forever. In India, a young woman on a train met with Pastor Kochepa while he was traveling to a different place. She had been crippled by back pain from disc problems for so long that she couldn't even walk. Pastor Kochepa was able to pray with her there on that train, and God healed her completely. In fact, her doctors, after they saw her afterwards, said that she had no problems in her back. She had been healed completely by the power of God. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. അടുത്ത ഒരു 30 മിനിറ്റ് സമയം പ്രിയ മോഹൻചൻ ബ്രദർ മുൻപോട്ട് കടന്നു വന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്യും, ക്രമീകരണങ്ങൾ ചെയ്യും. അതിനുശേഷം മറ്റുള്ളവർക്ക് ചില മിനിറ്റുകൾ സംസാരിക്കാനും പരിചയപ്പെടുത്തുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. എല്ലാം ദൈവം ചന്തമായി നന്നായി ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്. ഹൗസ് ഓഫ് പ്രയറിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാല് നമ്മുടെ ജോയ് ബ്രദർ വരുന്നതിന് സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബാബുരാജനായ സ്തോത്രം. മോനല്ലേ കൊണ്ടുവന്നതിന് സ്തോത്രം ചെയ്യുന്നു. സുനിൽ കർത്താവിന്റെ സുനിൽ എബ്രഹാമാണ്. അദ്ദേഹം എൻ്റെ കൂട്ടായ്മയിൽ കാരണം ഇവിടെ ഗാർലൻഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കൂട്ടായ്മ കണ്ണിലേക്ക് കടന്നു വന്നതാണ്. കർത്താവിന്റെ ദാസന് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റെജി മാത്യു, നിങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിൽ അറിയാം, പലർക്കും അറിയാം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് കർത്താവിന്റെ ദാസനും കുഞ്ഞുങ്ങളും അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് കർത്തൃദാസൻ കാണുന്നത്. കണ്ടില്ല സ്വോത്രം. ഇതുവരെ എന്നെ കണ്ടിട്ടില്ലാത്തവർക്കായ സ്വോത്രം, കണ്ടിട്ടവർക്കായ സ്വോത്രം. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഹാപ്പി. എല്ലാവരും പറയാം, അടുത്തേക്കാണ് പറയാം ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറയാം. എല്ലാവരും ആളുകൾ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞേ. എല്ലാവർക്കും, എല്ലാ മദർമാർക്കും ഞാൻ ഹാപ്പി മദേഴ്സ് ഡേ. ഇന്ന് ഒരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ നിൽക്കത്തില്ലായിരുന്നു. പ്രൈസറോ പ്രസംഗിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മെസ്സേജ് ഒരു വാക്കൊന്ന് വായിച്ചായിട്ട്. ഇന്ന് എത്രാം തീയതി? 13-ാം തീയതി അല്ലയോ? 7-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 7:13 ഒന്ന് വായിച്ചു. മതി. അടുത്തിരിക്കുന്ന ആളോട് പറ, സഹോദരിമാരെ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞാണ് ഇനിയും കരയണ്ടെന്ന് പറയട്ടെ. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ കരച്ചിലിന്റെ അവസാനമായിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എല്ലാ സ്ത്രീകളോടും പറയുന്നത് ഇനിയും തൊട്ട് എന്ത് ചെയ്യണ്ട, കരയണ്ട. ആരാ പറഞ്ഞത്? ഞാനാന്ന് പറഞ്ഞത്. പിന്നെ എന്നെ സൃഷ്ടിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനും പറഞ്ഞിരിക്കുന്നു, മകളെ നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കരയുന്നത് എന്തിനായിരുന്നു? വലിയ പ്രശ്നത്തിൽ കൂടിയാണ് കടന്നുപോയത്. ഇവിടെ
ഞാൻ ചില സ്ത്രീകളെ അനുഗ്രഹിച്ചത് മാത്രം പറയാൻ പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മെസ്സേജ് നിർത്തി നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമാരച്ചാൻ്റെ ബർത്ത്ഡേക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താനദാസൻ എന്നോടുള്ള സ്നേഹം കാരണം 20-ാം തീയതി ബർത്ത്ഡേ 13-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനായി അച്ഛനും അമ്മാമയ്ക്കും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 20-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 20-ാം തീയതി വരാനേ പറ്റത്തില്ല. അത് അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് രൂത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതിന് 11-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. ഒന്ന് വായിച്ചോട്ടെ ആരെങ്കിലും ബൈബിളിൽ തുറന്നവരുണ്ടെങ്കിൽ. രൂത്തിന്റെ പുസ്തകം ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 4 verse 11 I think. പെട്ടെന്ന് വായിച്ചോട്ടെ. സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങള് മൂപ്പന്മാരെല്ലാരും കൂടെ നിങ്ങളോട് പറയാൻ പോവാണ്. പറഞ്ഞു. ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഞാൻ ആത്മനിറവില നിങ്ങളോട് പറയുന്നത്, അവർ ഇരുവരുമല്ലോ ഇസ്രായേലിന്റെ ഗൃഹം പണിതത്. നിന്റെ സന്തതി മുഖാന്തരം ഗൃഹം പണിയുവാൻ ഇടയായി തീരട്ടെ. സഹോദരിമാരെ, നിന്റെ സന്തതി മൂലം ദൈവം നിന്റെ ഗൃഹം പണിയുവാൻ ഇടയായി തീരട്ടെ. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്ക്. അവൻ പറയുകയാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ രൂത്ത് റാഹേലിനെ പോലെയും ലേയെ പോലെയും ഇസ്രായേലിന്റെ ഗൃഹം പണിതതുപോലെ നിന്റെയും ഭവനം പണിയുവാൻ ഇടയായി തീരട്ടെ. ഒരു സ്ത്രീ ഇല്ലാതെ ഭവനം പണിയപ്പെടുന്നില്ല. സഹോദരികളെ, അടുത്തിരിക്കുന്ന ആള് പറയണ്ട സ്ത്രീ ഇല്ലാതെ ഗ്രഹം പണിയത്തില്ലെന്ന്. ഞാൻ കഴിഞ്ഞ ഇന്ന് ശനിയാഴ്ച എന്റെ മോൻ താമസിക്കുന്നിടത്ത് ചെന്നുടനെ അവന് ചില സിറ്റുവേഷനിൽ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം കാരണം അവന് കാലിന് ഒരു ചെറിയ പരിക്ക് പറ്റി. അത് കാരണം അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ചിന്നിച്ചതറി കിടക്കായിരുന്നു. ഞാൻ ഷേർലിയോട് പറഞ്ഞ് എല്ലാം അടുക്കി പറക്കി. അവൾ 5 മിനിറ്റ് കൊണ്ട് അടുക്കി പറക്കി അവിടെ വെച്ചു. എത്ര മിനിറ്റ് എടുത്തു? ഇവൻ നോക്കിയാൽ 4 മണിക്കൂർ കൊണ്ട് പറക്കാൻ പറ്റത്തില്ല. അതേസമയം അവൾ നോക്കിയപ്പോൾ എത്ര മിനിറ്റ് കൊണ്ട് പറ്റി? ഇതിനാണ് സ്ത്രീ വേണമെന്ന് പറയുന്നത്. അടുത്തൊരു ആൾ പറഞ്ഞിട്ട് ഇതിനാ സ്ത്രീ വേണമെന്ന് പറഞ്ഞത്. പ്രൈസലാണ്. ഒരു ഭവനത്തിൽ സ്ത്രീ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഇല്ലെന്നറിയാമോ? എന്തോ ഇല്ല. ഉറക്കം പറ. എന്തോ അടുക്കും ചിട്ട മാത്രമല്ല, അനുഗ്രഹമില്ലെന്ന് പറഞ്ഞാട്ടെ. എന്നാ ഒരു സ്ത്രീ മുഖാന്തരം എന്തോ കൂടെ ഉണ്ടാകുമെന്നറിയാമോ? അനുഗ്രഹം മാത്രമല്ല, പിന്നെ വേറെ ഒന്നും ഉണ്ടാകും. അപ്പം ശാപം കൂടെ ഉണ്ടാകരുത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരും നിന്റെ ഭവനത്തിന് നീ ഒരു അനുഗ്രഹമായി മാറട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നീ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പറ. നിന്റെ ഭവനത്തിൽ നീ ഒരു അനുഗ്രഹമായി മാറട്ടെ. നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. നീ ചെല്ലുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. നിന്റെ കാൽ വെക്കുന്നിടം, ഉള്ളക്കാൽ ചവിട്ടുന്നിടം അനുഗ്രഹമായി മാറണം. സഹോദരിമാരെ, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇന്ന് അമേരിക്കയിലും ലോകത്തിൽ നാനാഭാഗത്തും ഇന്ന് അനേകടത്ത് എന്താണെന്നറിയാം, സ്ത്രീ ഭരണം കൂടിയിരിക്കുകയാണ്. ആ സ്ത്രീ ഭരിക്കുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കുന്നറിയാമോ? മക്കൾ കുടുംബത്തില് പിതാക്കന്മാരെ അനുസരിക്കത്തില്ല. പിന്നെ അവസാനം വരാൻ പോകുന്നത് നിന്നെ അനുസരിക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറണം. ആരെ പോലെയാണെന്നറിയാമോ? റാഹേലിനെ പോലെയും ലേയെ പോലെയും ഗ്രഹം പണിതവർ അവരായിരുന്നു. അവരെ പോലെ നീയും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ഈ മദേഴ്സ് ഡേയിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം സാറായിയോട് പറയുന്നത് വായിച്ചാട്ടെ. എന്താണെന്ന് സാറായിയോട് പറയുന്നത്? നിന്റെ ഭാര്യ അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്, നിന്റെ ഭാര്യയായ സാറ തന്നെ. ഓ പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്തത്
നീ അവന് ഇസ്ഹാക്ക് എന്ന് പേര് നീ അവന് ഇസഹാക്ക്. ഇസഹാക്ക് എന്ന പേരിന്റെ അർത്ഥം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ എന്തോ ഉണ്ടാകണം? സന്തോഷമുണ്ടാകണം. പറഞ്ഞാലോ, നിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാകണം. നീ പ്രസവിക്കുന്ന മൂലം സന്തോഷമുണ്ടാകണം. ദൈവവേദനെ ഹല്ലേലൂയ. നിന്റെ പ്രസവം കാരണം എന്തുണ്ടാകണം? സന്തോഷമുണ്ടാകണം. അവന് ഇസഹാക്ക് എന്ന് പേരിടണം. അടുത്തത് ഞാൻ അവനോട് പറഞ്ഞാട്ടെ, അവനോടും അവനുശേഷം അവന്റെ സന്തതിയോട് എന്റെ നിയമത്തെ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു കാര്യം ഓർത്തിരിക്കണം, നിന്റെ സന്തതിയോടും അവന്റെ സന്തതിയോടും ദൈവം നിത്യനിയമമായി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു സന്തോഷമായി മാറണം. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരെ, ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും മുമ്പേ പറഞ്ഞ പോലെ നിനക്ക് വരൾച്ച ഉണ്ടാകാം, നീ മരുഭൂമിയിൽ കൂടെ പോയെന്നിരിക്കും, കയ്പിന്റെ അനുഭവം ഉണ്ടായെന്നിരിക്കും, അല്ലെങ്കിൽ സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായെന്നിരിക്കും, പക്ഷെ നീ മുഖാന്തരം കുടുംബം പണിയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, നീ മുഖാന്തരം കുടുംബം പണിയപ്പെടണമെന്ന് പറഞ്ഞാട്ടെ. ദൈവമക്കളെ പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അനേകർ മുഖാന്തരം കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നമ്മൾ മുഖാന്തരം എന്ത് പണിയപ്പെടണം? കുടുംബം പണിയപ്പെടണം. സ്ത്രീ നോക്കിയെങ്കിൽ മാത്രമേ കുടുംബം പണിയപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെന്നുള്ളവരെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു, അങ്ങനെ സമ്മതിക്കുന്നവരെല്ലാം കൂടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇത് നിങ്ങൾ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പലരും പറയണം 3:15 എന്ന് പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. എടുത്തു വായിച്ചാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം. ഇങ്ങോട്ട് നോക്കി, എല്ലാ സഹോദരിമാരെല്ലാം അനുഭവത്തോട് നോക്കി. നിങ്ങളുടെ സന്തതിക്കും നിനക്കും ശത്രുവിനും തമ്മിൽ ശത്രുത്വം ഉണ്ടെന്ന്. അടുത്തിരിക്കും ഞാനോട് നിനക്കൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നിന്റെ സന്തതിക്ക് ശത്രുവുണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷ വാർത്ത എന്നാന്നറിയോ? നിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പറഞ്ഞാലോ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. നിന്റെ സന്തതി വേണം നിന്റെ കുടുംബത്തിൽ ഉണ്ടായി വന്നിരിക്കുന്ന സർപ്പത്തിന്റെ തലയെ തകർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്നവരായി മാറണം. പറഞ്ഞാണ്, നെഞ്ചത്ത് കരമയാണ്, എന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇനിയും സർപ്പം എന്റെ ഭവനത്തിൽ കളയാടത്തില്ല. അവന്റെ തലയെ തകർക്കുന്നവൻ എനിക്ക് ജനിച്ചിട്ടുണ്ട്. എന്റെ സന്തതി മുഖാന്തരം സർപ്പത്തിന്റെ തല തകരാൻ പോകുകയാണ്. ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ, പ്രവചനാത്മാവിൽ ഞാൻ നിന്നോട് പറയാണ്, നിന്റെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അനേകര് ഇന്ന് കുടുംബത്തിൽ ഹല്ലേലൂയ സർപ്പം വിളയാടിക്കൊണ്ടിരിക്കുമ്പോ ചിന്തിച്ചു കൊള്ളണം, എന്റെ സന്തതി മുഖാന്തരം സർപ്പത്തിന്റെ തല തകരാൻ പോവുകയാണ്. ഈ മതേസിലേക്ക് ദൈവമക്കളെ, നീ സന്തോഷമുള്ളവളായി നീ ഭവനത്തിൽ കടന്നു പോകണം. നിന്റെ സന്തതി മുഖാന്തരം ഉറക്കെ പറഞ്ഞാണ്, എന്റെ സന്തതി മുഖാന്തരം സർപ്പത്തിന്റെ തല തകരാൻ പോവുകയാണ്. എല്ലാവരും കരകളെടുത്ത് ദൈവത്തിന് മഹിമ കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ആ സർപ്പത്തിന്റെ സന്തതിക്ക് ഇനിയും എന്റെ കുടുംബത്തിൽ അവകാശം ഞാൻ കൊടുക്കത്തില്ല. എന്റെ സന്തതി മുഖാന്തരം ഞാൻ അവന്റെ തലയെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവന്റെ തലയെ തകർക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ സന്തതിയെ നീ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? മോനെ, നമുക്കൊരു ശത്രുവുണ്ട്. നമ്മുടെ കുടുംബത്തിന് നേരെ ഒരു ശത്രുവുണ്ട്. അവൻ നമ്മുടെ കുടുംബം തകർക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. അവൻ നന്നാക്കാൻ വന്നതല്ല, അത് ലോകമാണ്. പറഞ്ഞാൽ അത് ലോകമാണ്. ആ ലോകം നിന്റെ തലയെ തകർക്കും. നിന്റെ ഹല്ലേലൂയ, നിന്റെ കുതികാല് തകർക്കുന്നതാണ്. നിന്റെ കുടുംബത്തിന്റെ കുതികാൽ തകർക്കുന്നതാണ്. അതുകൊണ്ട് അതിനു മുമ്പേ നീ അവന്റെ തലയെ തകർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരിമാരെ, നിങ്ങൾ വേണം അവരെ പരിക്കെടുക്കുവാൻ. നിന്റെ സന്തതിയെ എന്ത് ചെയ്യണം അറിയാമോ? നിങ്ങൾ കുടുംബത്തിൽ ഇരിക്കുമ്പോ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ഒരു വാക്കുപോലും പറയുവാൻ ഇടയായി തീരുന്നത്. ദൈവ വചനപ്രകാരം പറയുന്നു, നിന്റെ സന്തതിയാണ് സർപ്പത്തിന്റെ തലയെ തകർക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. നിങ്ങൾ കേട്ടുകൊള്ളണേ. 1 ശമൂവേൽ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി. അതിന്റെ 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അതിനെ ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. എത്ര കാലമായി ഇവൾ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു? എന്റെ മുഖത്തിൽ എത്ര കാലമായി ഇവൾ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു? അനേക നാളുകളെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇവക്കൊരു പ്രതിയോഗിയുണ്ട്. അവൾ പറയുന്നത് എന്നാന്നറിയാം, എടി എനിക്ക് എത്ര സന്തതി ഉണ്ടെന്നറിയാം, നീ മച്ചിയാ, നിനക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരോണ്ട് എന്നോട് പറഞ്ഞു, അയ്യോ എന്താണ് ഹന്നായുടെ ഗർഭം ദൈവം അടച്ചില്ലയോ? ദൈവം നോക്കിയാൽ അടയ്ക്കും. ഹന്നായുടെ ഗർഭം ദൈവം അടച്ചതല്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ ഹന്നായെ നടത്തുകയായിരുന്നു. പറഞ്ഞാട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ ഹന്നായെ നടത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ അടയ്ക്കുന്ന ദൈവമല്ല, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കരച്ചില് അല്ലെങ്കിൽ നിന്റെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാട്ടെ നിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കരച്ചിലിന്റെ അവസാനം വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നീ കടന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നീ കടന്നു വരുമ്പോ ഹല്ലേലൂയ പുരോഹിതൻ പറയട്ടെ, അവൻ പറയും മതി, നിന്റെ മദ്യം ഇറങ്ങട്ടെ പറഞ്ഞത് മതിയാക്കും. അവൻ പറയും ഹല്ലേലൂയ നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുന്നു എന്ന് പറയോ. ഹല്ലേലൂയ. പിന്നെ അവളുടെ മുഖം വാടിയില്ല ദൈവവേദനേ, പിന്നെ അവളുടെ മുഖം വാടിയില്ല. അവൾ സന്തോഷവതിയായി. പിന്നെ അവൾ കരഞ്ഞിട്ടില്ല. അവളൊരു പുത്രനെ ജനിപ്പിച്ചു. അവന്റെ പേരെന്തായിരുന്നു? എല്ലാരും ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശമൂവേൽ ആരായി തീർന്നു? ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ പ്രവാചകനായി മാറി. നിന്റെ സന്തതി മുഖാന്തരം ഹല്ലേലൂയ ലോകത്തെ വിധിപ്പാൻ എഴുന്നേൽക്കുന്നവരായി മാറട്ടെ. ദൈവാത്മാവിനെ പ്രവചനാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഏറ്റെടുത്താട്ട് ദൈവവൈദ്യര്, നിങ്ങൾ ഏറ്റെടുത്താട്ട് നിന്റെ സന്തതി ഹല്ലേലൂയ ലോകം അറിയപ്പെടുന്ന പ്രവാചകന്മാരായി മാറട്ടെ. ലോകം അറിയപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷകന്മാരായി മാറട്ടെ. നിന്റെ സന്തതി ലോകം അറിയപ്പെടുന്ന ശുശ്രൂഷകരായി മാറട്ടെ. ഹല്ലേലൂയ. എന്നാ വേറൊരു കാര്യമുണ്ട്. മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഹാഗാർ എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞാണ്. ഹാഗാർ ഈ സഹോദരി കരഞ്ഞായിരുന്നു. എവിടെ കരഞ്ഞോന്ന് അറിയാമോ? അല്ല, മരുഭൂമി കരയുന്ന വീട്ടിലും കരഞ്ഞു. വീട്ടിലും അവക്കും പ്രതിയോഗി ഉണ്ടായിരുന്നു. അവരുടെ പ്രതിയോഗി ആരായിരുന്നു? അവക്കും പ്രതിയോഗി ഉണ്ടായി. ഇവള് പ്രതിയോഗി വന്നപ്പോ എങ്ങോട്ട് പോയി? എവിടോട്ടാ പോയത്? വീട് വിട്ട് അങ്ങോട്ട് പോയി. എന്നാൽ ഇവക്ക് പ്രതിയോഗി വന്നപ്പോ ഇവളെങ്ങോട്ട് പോയി? പ്രൈസ് ദി ലോർഡ്. ഇതാണ് വ്യത്യാസം. നീ പ്രതിയോഗി നിന്നോട് യുദ്ധം ചെയ്യുമ്പോ നീ എവിടെ പോകുന്നു എന്നുള്ളതാണ്. അന്ന പറയുകയാണ്, എന്റെ ദൈവസന്നിധിയിൽ എനിക്ക് വിമോചനമുണ്ട്, എന്റെ ദൈവസന്നിധിയിൽ എനിക്ക് ഉത്തരം ലഭിക്കും. എന്നാൽ ഹാഗാർ പറയുകയാണ്, പ്രതിയോഗി അവക്ക് നേരെ വന്നപ്പോ അവള് പറയാണ്, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ അവൾ ഇട്ടെറിഞ്ഞിട്ട് പോയി. അവക്ക് എന്ത് പറ്റി? അവളോടും ആര് സംസാരിച്ചു? ഇതാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഹേമദാസനെ ഞാൻ 95% പ്രാർത്ഥനയ്ക്കും എനിക്ക് എന്താ കിട്ടി? മറുപടി കിട്ടി. അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലയോ? കിട്ടിയില്ലയോ? അവളുടെ സന്തതി എന്തായി തീർന്നു? മരുഭൂമി വളർന്നു. എന്തായിട്ട് വളർന്നു? വില്ലാളിയായിട്ട് വളർന്നു. അടുത്ത ആളിനോട് പറഞ്ഞാൽ അവിടെ സന്തതി വില്ലാളിയായിട്ട് വളർന്നു. നിന്റെ സന്തതി എന്തായിട്ട് വളരണം? നീ തീരുമാനമെടുക്കണം. നിന്റെ കരച്ചില് എവിടെ ആയിരിക്കണമെന്നുള്ളത്. മരുഭൂമിയിലാണോ നീ കരയാൻ പോകുന്നത്? മറ്റുള്ളവരോടാണോ നീ കരയാൻ പോകുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നിന്റെ പ്രാർത്ഥന ആരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലരോടും പറയാറുണ്ട്, ഹല്ലേലൂയ ശബരിമലയ്ക്കും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം വേളാങ്കണ്ണിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, മക്കയ്ക്കും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടാണ് അവരും വരാതിരിക്കുന്നത്. ഓർത്തുകൊള്ളണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആശ്വസിക്കും.
വിശ്വസിച്ചു കൊണ്ടിരിക്കരുത്. എന്നാൽ നിന്റെ പ്രാർത്ഥന ആരുടെ സന്നിധിയിലാണ് എന്ന് നീ ചിന്തിച്ചു കൊള്ളണം. ദൈവ സന്നിധിയിലാണെന്നുണ്ടെങ്കിൽ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. ദൈവമൈതലേ, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യാക്കോബായിലായിരുന്നപ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. അതിനകത്ത് ഞാൻ പെന്തക്കോസ്ത് വന്നതെന്ന് കണ്ടിരിക്കുകയാണോ? എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു വ്യത്യാസം? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ കിട്ടിയില്ലയോ നല്ലതല്ല. കർത്താവ് മഴ പെയ്യിക്കുമ്പോ മാറുടെ മേലൊക്കെ മഴ പെയ്യിക്കും. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ ഒക്കളോമയ്ക്ക് യാത്ര ചെയ്യായിരുന്നു. ഇവിടെ നിറഞ്ഞപ്പം മുതല് എന്നോട് പറയാണ്, മഴ പറയാണ് ഞാൻ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന്. മഴ എന്റെ നേരെ ഇങ്ങോട്ട് ചീറ്റിക്കൊണ്ട് വരിക. ഞാൻ പറഞ്ഞു, മഴ നീ അങ്ങോട്ട് പോ, ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഞാൻ മുന്നോട്ട് പോയത് അടുത്ത മഴ പിന്നെ ചീറ്റി കയറിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മഴയെ എനിക്ക് കുഞ്ഞുങ്ങളെ കാണാനുള്ളത്, ഞാൻ അങ്ങോട്ട് പോകുന്നു, നീ പുറമോട്ട് പോകും. ഒന്നിന് പറയാ 15 മഴ വന്നു. 15 മഴ പറഞ്ഞു വിട്ടിട്ട് ഞാൻ മുന്നേ ചെന്നു. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ തന്നെ മറുപടി കിട്ടണം. പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോ തന്നെ മറുപടി കിട്ടണമെന്ന്. മറുപടി കിട്ടില്ല പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കഴിഞ്ഞ ദിവസം എന്നോടൊരു ക്വസ്റ്റ്യൻ, നല്ല ചോദ്യമാണ്. നമ്മുടെ ഇവിടെ വന്നോണ്ടിരുന്ന പരീക്ഷിച്ചാലും ചോദിച്ച ചോദ്യമുണ്ട്. മോനച്ച, ദൈവത്തോട് കൽപ്പിക്കാൻ നമ്മൾ ആരാണ്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോ, ദൈവത്തോട് കൽപ്പിക്കാൻ ഞാൻ ആരാന്ന് ചോദിച്ചു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് തന്നെ ചോദിക്കുക, ആരാ ദൈവത്തോട് കൽപ്പിക്കുന്നത്? ഞാനോ നിങ്ങളോ? ഞാൻ പറയാം നിങ്ങളാന്ന് പറയും. നിങ്ങൾ കാണാൻ പോകണം. കാരണം ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ മാത്രമല്ല അറിയേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ കർത്താവിനോട് എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവ്, ഈ തങ്കമ്മ എന്ന് പറഞ്ഞാൽ ഈ രോഗി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തങ്കമ്മ എന്ന് വയ്ക്കാം. തങ്കമ്മ എന്ന് പറഞ്ഞാൽ ഈ രോഗിയെ സൗഖ്യമാക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ആണോ അല്ലയോ? ഓക്കെ, പറഞ്ഞോട്ടെ, തങ്കമ്മ എന്ന രോഗിയെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ആരാക്കണം? ഓക്കെ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-17 വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ. ഓക്കെ, മതി. അവിടെ വായിക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നറിയാമോ? യേശുവിന്റെ നാമത്തിൽ തങ്കമ്മയെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ സൗഖ്യമാകുവാൻ. എന്താ വ്യത്യാസം? ഞാനാ കൽപ്പിച്ചത്? ഞാനാണോ നിങ്ങളാണോ കൽപ്പിച്ചത്? പറഞ്ഞേ, ഞാനാ കൽപ്പിച്ചല്ലേ? അതാണ് നിങ്ങൾക്കെല്ലാം തെറ്റിപ്പോകുന്നത്. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം ആരാ കൽപ്പിച്ചത്? ഓക്കെ, ഞാൻ എന്താ കൽപ്പിച്ചത്? തങ്കമ്മയെ യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകുവാൻ നിന്നോട് കൽപ്പിക്കുന്നു. ആര് കൽപ്പിച്ചു? ഞാൻ കൽപ്പിച്ചാണല്ലോ നിങ്ങൾ കേട്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ അറിയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അടുത്ത വാക്യം വായിച്ചു. അവർ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പിന്നെ ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചെയ്തു. അപ്പൊ ആര് രോഗികളുടെ മേൽ കൈവെക്കണം? ഇങ്ങോട്ട് നോക്കി, എല്ലാവരും അനുഭവത്തിലേക്ക്. ആര് രോഗികളുടെ മേൽ കൈവെക്കണം? ഓക്കെ, അപ്പൊ വിശ്വസിച്ചുകൊണ്ട് ഞാൻ തങ്കമ്മയുടെ നേരെ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, ആരുടെ നാമത്തിൽ സൗഖ്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, സൗഖ്യമാക്കാൻ ഞാൻ കൽപ്പിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് കർത്താവ്. അപ്പൊ ആരാ കൽപ്പിച്ചത്? നിങ്ങളാണോ ഞാനോ കൽപ്പിച്ചത്? നിങ്ങൾക്കെല്ലാം മലയാളം അറിയാവുന്നവരല്ലയോ? മലയാളത്തില് നിങ്ങളോട് പറഞ്ഞ ജോലി നിങ്ങൾ ചെയ്തോ? അപ്പൊ അനുസരണമൊക്കെയായിട്ട് നിങ്ങൾ കാണിച്ചു. 1. 2, ആരോട് കൽപ്പിച്ചു നിങ്ങൾ സൗഖ്യമാക്കാൻ? ഞാൻ ആര് പറഞ്ഞ ചെയ്തു? അനുസരിച്ചതാര്? അപ്പൊ യേശു പറഞ്ഞത് ചെയ്തത് ഞാന്. നിങ്ങൾ എന്ത് ചെയ്തു? യേശുവിനോട് കൽപ്പിച്ചു ചെയ്യുവാൻ. അപ്പൊ ആരാ കൽപ്പിച്ചത്? പറഞ്ഞേ, ആരാ കൽപ്പിച്ചത്? പറ. അപ്പൊ ആര് തെറ്റ് ചെയ്യുന്നു? ആരനുസരണക്കേട് കാണിക്കുന്നു? നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ യാക്കോബക്കാരാണോ, ഭർത്തോമക്കാരാണോ, കത്തോലിക്കരാണോ, CSIക്കാരാണോ, എവിടെ വന്നോരാ? നിങ്ങൾ ദൈവസഭയിൽ വന്നാണോ? കർത്താവ് പറഞ്ഞത് ചെയ്യാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സഹോദരിമാര്, നിങ്ങളുടെ കയ്യിലാണ് ആയുധം തന്നിരിക്കുന്നത്, വെട്ടുവാനുള്ള ആയുധം തന്നിരിക്കുന്നത്. നിങ്ങൾ ആയുധം പോക്കറ്റ് വെച്ചോണ്ട് ആരോടാ വെട്ടാൻ പറയുന്നേ? ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ വേണം. പ്രൈസലോ, സ്വത്രം. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞേ. ആരാ കൽപ്പിച്ചത്? ഞാനാണോ ചെയ്യണമെന്ന് പറഞ്ഞാണോ കൽപ്പിച്ച്? ഉറക്കെ പറ. ആരാ കൽപ്പിച്ചത്? ഞാനാണോ കൽപ്പിച്ചത്? നിങ്ങളാണോ കൽപ്പിച്ചത്? ആരാ ജോയിബരാ കൽപ്പിച്ചത്? അത് അവര് പറഞ്ഞ പ്രാർത്ഥന ശരിയോ തെറ്റോ? അവരനുസരണക്കേട് കാണിച്ചോ ഇല്ലയോ? നിങ്ങൾക്ക് മലയാളം അറിയാവുന്നവരല്ലേ? ഞാൻ ചോദിക്കട്ടെ, പണ്ട് മലയാളം അറിയാതിരുന്നപ്പോ സംസാരിച്ച പോലെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന അനേകർ ഇത് കേൾക്കണം. ദൈവമക്കളെ, ഇതെന്തിനു കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ദൈവം പ്രവർത്തിക്കത്തില്ല. യേശു പറഞ്ഞു, രോഗികളുടെ മേൽ കൈവച്ചാൽ ആര് കൈവെക്കണം? രോഗത്തെ ശാസിക്കുവാൻ ആർക്ക് അധികാരം തന്നു? എന്നിട്ട് നിങ്ങൾ ആരോട് പറയുന്നു രോഗത്തെ മാറ്റണമെന്ന്? അപ്പൊ ആരോടെ കൽപ്പിക്കുന്നത് രോഗത്തെ മാറ്റണമെന്ന്? ആര് കൽപ്പിക്കുന്നു? അപ്പൊ ഞാനല്ല കൽപ്പിച്ചത്, നിങ്ങളോ കൽപ്പിച്ചത്? ദൈവമക്കളെ, ഇത് ഞങ്ങൾക്ക് എന്തിനാ ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ഷുഡ് നോ. എന്താ ഇത്? ആർക്കാ കൽപ്പിക്കാൻ അധികാരമുള്ളതെന്നറിയാമോ? ആരുടെ നാമത്തിലാണ് കൽപ്പിക്കേണ്ടത്? അപ്പൊ നാമം ആർക്ക് തന്നു? എന്റെ നാമത്തിൽ എന്തിനാ തന്നേക്കുന്നത്? നാമം ഇത്ര വലിയ പവർഫുൾ നാമം നിങ്ങൾക്കെല്ലാം ദൈവം എന്തിനാ തന്നേക്കുന്നത്? നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? വിനിയോഗിക്കാൻ. അടുത്തിരിക്കുന്ന ആൾ പറയാം, വിനിയോഗിക്കാൻ തന്നിരിക്കാന്ന് പറഞ്ഞിട്ട്. ഈ നാമം തന്നിരിക്കുന്നത് വിനിയോഗിക്കാനാന്ന് പറയാം. ഈ നാമം എന്റെ നാവിന്മേൽ എടുക്കുവാൻ ദൈവമാണ് അധികാരം തന്നത്. അവൻ അധികാരം തന്നെടുത്ത് ആ അധികാരം നീ ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കർത്താവിനോട് അനുസരണക്കേടാണ് നമ്മൾ കാണിക്കുന്നത്. ആണോ അച്ഛാ പറഞ്ഞേ? ദൈവങ്ങളെ, ഇത് നിങ്ങൾ എന്താ അറിഞ്ഞുകൂടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് ഒരു രോഗി രോഗാത്മാവിനാൽ ബാധിച്ചിരിക്കുമ്പോ സഹോദരിമാർക്ക് കൂടുതൽ പവർ ഉണ്ട്. അതറിയാമോ? നിങ്ങൾക്കറിയാമോ ആ കാര്യം? ഇല്ലയോ? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാട്ടെ എല്ലാം പറഞ്ഞേ. എത്ര പേര് കല്ലറങ്ങ പോയി? 2 സഹോദരന്മാരും 1 സഹോദരിയും പോയി. ആ സഹോദരിമാരും പോയി. അതിനകത്ത് ഏത് സഹോദരിയാ പറഞ്ഞത്? ഇവരെല്ലാം സഹോദരന്മാരെല്ലാം എന്തു ചെയ്തായിരുന്നു കണ്ടിട്ട്? പത്രോസും യോഹന്നാനും എന്ത് ചെയ്തു? അവന് മടങ്ങിപ്പോയി. പിന്നെ ഒരാൾ അവിടെ നിന്നിട്ട് അടുത്ത ആളോട് പറയണം, അവിടെ ഇന്ന് തോട്ടക്കാരനോട് പറഞ്ഞേ, കർത്താവേ, നീ എന്റെ യേശുവിന്റെ ശരീരം എവിടെ വെച്ചതെന്ന് നിനക്ക് അറിയാമോ? നീ തന്ന ഞാനും എടുത്തോണ്ട് പൊക്കോളാമെന്ന്. എന്തൊരു ധൈര്യം വന്നു നോക്കി. ആർക്കാ ധൈര്യം? പറഞ്ഞ ആർക്കാ ധൈര്യമുള്ളത്? എന്നിട്ട് ഈ സഹോദരിമാർ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? നിങ്ങൾക്കെല്ലാം ധൈര്യം തന്നിരിക്കുന്നത് ശത്രുവിനോട് പോരാടാൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും വന്ന് പിടിച്ചാൽ നിങ്ങൾ വിട്ടുകൊടുക്കും? പുരുഷന്മാരാണല്ലോ പിന്നെ മാറിപ്പോകും. സഹോദരിമാർ വിട്ടുകൊടുക്കും വെച്ചാൽ ഒരു മൃഗം ആണേലും പെൺമൃഗം വിട്ടുകൊടുക്കത്തില്ല. അതിന്റെ പ്രത്യേകതയാണ്. നിങ്ങളെ സൃഷ്ടിച്ചേക്കുന്ന കർത്താവ് അതിനു വേണ്ടിയാണ്. നിങ്ങൾക്കൊരു പ്രത്യേക ധൈര്യം ദൈവം തന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ശക്തി ദൈവം തന്നിട്ടുണ്ട്, പ്രത്യേക കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ രോഗം വരുന്നുണ്ടേ, നിങ്ങളോട് ആദ്യം ചോദിക്കണത് എന്താ ചോദിക്കണമെന്ന് അറിയാം? നീ രോഗിയാന്ന് ആരാ പറഞ്ഞു? കർത്താവ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ചോദിക്കാൻ. കർത്താവ് പറഞ്ഞ പോലെ പറയാൻ അറിയാമോ? അയ്യോ, അറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. നീ നഗ്നനെന്ന് ആർ നിന്നോട്? ആരാ പറഞ്ഞത്? നീ വായിച്ചത്? അതൊന്നും വേണ്ട. നീ നഗ്നനെന്ന് നിന്നോട് എന്നൊരു അടുത്തിരിക്കുന്ന ആള് ചോദിച്ചാൽ നീ നഗ്നനെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചേ?
ആരാ പറഞ്ഞത്? നീ രോഗിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അടുത്തിട്ട് ആളോട് ഇനി ചോദിച്ചേ, നീ രോഗിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നീ ദാരിദ്ര്യം അനുഭവിക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? ദൈവമക്കളെ, നിങ്ങൾ ആരാ പറഞ്ഞത് ശ്രദ്ധിച്ചു വേണം. ആരാ രോഗിയാന്ന് പറഞ്ഞത്? ആരായിരുന്നു ഇവിടെ പറഞ്ഞേ? ആ, ഡോക്ടറാ പറഞ്ഞത്. ഡോക്ടറാ പറഞ്ഞത്. അന്നേരം നിങ്ങൾ എന്താ ചെയ്തു? അയ്യോ, ഇന്നാളാന്ന് ഒരാൾ പറഞ്ഞു കർത്താവിന്റെ ദാസനെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കാൻ വേണം. പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഏതാണ്ട് ഒരു ബയോപ്സി അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അതിനെന്താ വേണ്ടിയത്? അത് രോഗം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. ഞാൻ പറഞ്ഞു ബയോപ്സി അയച്ചിട്ടുണ്ട്, പിന്നെ നീ ഞാനെന്താ പ്രാർത്ഥിക്കാനോ? ബയോപ്സി നല്ലതായിട്ട് പറഞ്ഞതെന്ന് പ്രാർത്ഥിക്കണം. വേണ്ട, രോഗമാകണമെന്ന് പ്രാർത്ഥിക്കണോ? നിങ്ങളല്ലേ ഡ്രസ്സിൽ അയച്ചേക്കുന്ന? അതിന് മുമ്പേ തന്നെ പറയണം, യേശുവിന്റെ നാമത്തിൽ ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുത്ത് വരത്തില്ല. പറഞ്ഞാട്ടോ, എന്റെ കൂടാരത്തിന് വരുന്ന ഒരു ബാധയും അടുത്ത് വരത്തില്ലെന്ന് പറഞ്ഞിട്ട്. ആ, കാരണം ഞാൻ എവിടെയാ വസിക്കുന്നത്? അത്യുന്നതന്റെ, പിന്നെ സർവശക്തന്റെ, പിന്നെ അവിടെ ഒരു ബാധയും വരത്തില്ലെന്ന് പറഞ്ഞു. ഉറക്കെ പറ. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം എടുക്കാൻ പോകണം. നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം.